Hello friends, Food4 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ താറാവ് കൊണ്ട് അടിപൊളി ചില്ലി മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഡക്ക് മഞ്ചൂരിയൻ എന്ന് ഇതിനെ പറയും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ താറാവിന്റെ തൂവലൊക്കെ നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ തൊലിയോട് കൂടെ തന്നെ നന്നായി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. കഴുകിയെടുത്ത് താറാവിൽ ഇനി ഉപ്പിടാം. മഞ്ഞൾ, ഇപ്പോൾ വെള്ളം നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. നമുക്ക് വേവിച്ചെടുക്കാം അല്ലേ? ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്, നമുക്കിതൊന്ന് എടുക്കാം. സുല, ഈ ചിക്കൻ മഞ്ചൂരിയൻ അല്ലേ കഴിച്ചിട്ടുള്ളൂ? ഡക്ക് മഞ്ചൂരിയൻ കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചിട്ട് പറഞ്ഞുതരാം എങ്ങനെയുണ്ട്. താറാവിൻ്റെ കാല് നോക്കി ലോലിപോപ്പ് പോലെ കണ്ടടാ. വേവിച്ചെടുത്ത താറാവ് റെഡി ഉണ്ട്. ഇനി നമുക്ക് അതിൽ മസാല ഇടാം. ആദ്യം ചില്ലി മസാല, ഉപ്പ്, കോൺഫ്ലവർ പൊടി, നാരങ്ങ, ചെറിയൊരു എരിവും പിന്നെ ചെറുതായിട്ട് കളറും കിട്ടാൻ വേണ്ടി കാശ്മീരി ചില്ലി ഇടാം. കുരുമുളക് പൊടി നന്നായി കുഴച്ചെടുക്കുക. മസാലയൊക്കെ നന്നായി പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് താറാവ് ഒന്ന് ചില്ലിയാക്കി എടുക്കാം. അതിന് ആദ്യം ഓയിൽ ഒഴിക്കാം. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് മുളകും കറിവേപ്പിലയും കുറച്ച് ഇടാം, കാരണം നന്നായി മണം കിട്ടും ഇട്ടാൽ. നമുക്ക് ചില്ലി വറുത്തെടുക്കാം. കുറച്ച് എല്ലാത്തിലും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് അടുത്ത ട്രിപ്പ് ഇട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മഞ്ചൂരിയൻ ഉണ്ടാക്കുമ്പോൾ അതിൽ ഒഴിക്കാനായിട്ടൊരു വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് തയ്യാറാക്കാൻ നോക്കാം. വെള്ളത്തിലേക്ക് ആദ്യം നമുക്ക് കോൺഫ്ലവർ മാവ് ഇടാം. ടൊമാറ്റോ സോസ് നമുക്ക് ഇതിലേക്കിടാം. ഒരല്പം സോയാ സോസ്, ഒരല്പം മുളക് പൊടി ഇടാം, ഉപ്പ്. അപ്പോൾ ഇതെല്ലാം ഇട്ട ശേഷം നന്നായി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഉരുളി വെച്ച് എന്തിനാണെന്ന് മനസ്സിലായോ? അടുത്ത് നമ്മൾ മഞ്ചൂരിയൻ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഓയിൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് വലിയ ജീരകം കുറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അടുത്ത് നമ്മൾ ഇതിലേക്ക് ക്യാപ്സിക്കം, വലിയുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നത് വെച്ചാൽ നമ്മൾ കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായി വണങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ചെറിയൊരു ലെവലിൽ ചൂട് തട്ടുമ്പോഴേക്കും നമുക്ക് ഈ വറുത്തെടുത്ത ചില്ലി നമുക്ക് ഇതിലേക്ക് ഇടാം. താറാവ് ചില്ലി. അയ്യോ, ഇനി നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം.
അപ്പോൾ നമ്മൾ മുൻപ് തയ്യാറാക്കിയ ആ കോൺഫ്ലവർ കലക്കിയ വെള്ളമാണ് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഒരല്പം കുരുമുളക് കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല മണം വരുന്നില്ലേ? നല്ല മുളക്. അടിപൊളി. അപ്പോൾ നമ്മുടെ ഡക്ക് മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യാം. ആഹാ, താറാവ് ചില്ലി മഞ്ചൂരിയൻ. എന്താ പേരെന്നല്ലേ അതല്ല. കുറച്ച് ചാറും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ പൊളിക്കും. അപ്പോൾ നമ്മുടെ ഡക്ക് ചില്ലി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കല്ലേ? ചാറും ഫസ്റ്റ് നമുക്ക് ഡക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഡക്കും ടേസ്റ്റ് നോക്കല്ലേ? കുറച്ച് ചോറും. ഞാൻ ആദ്യമായിട്ട് ഡക്ക് കഴിക്കുന്നു. ഞാൻ സംഭവം ഉഷാറിയിക്കണേ. സംഭവം ഒരു രക്ഷയില്ല. അത് മഞ്ചൂരിയൻ പിന്നെ പറയണ്ട. മഞ്ചൂരിയൻ പിന്നെ പുറത്തുള്ള അതല്ലേ. ഡക്ക് ലെഗ് പീസ്. ഈ ക്യാപ്സിക്കമും ഈ ഉള്ളിയും വലിയ ഉള്ളി അത് ഈ മഞ്ചൂരിയനിൽ ഇടുമ്പോൾ വേറെ ആയിട്ട് ടേസ്റ്റാണ് ഈ സംഭവത്തിന് മാത്രം. ചോറും ആക്ച്വലി നോ രക്ഷ കേട്ടോ. നമ്മൾ ആദ്യം വേവിച്ചെടുത്ത് പിന്നെ അതിനെ ചില്ലിയാക്കി പിന്നെ നമ്മൾ മഞ്ചൂരിയനാക്കി. നോക്ക് എന്താ ചന്ത. മഞ്ചൂരിയൻ തന്നെ രക്ഷയില്ല മോനെ. അപ്പോൾ പതിവ് പോലെ മഴ വന്നു. പക്ഷെ ഇപ്പോൾ വന്നത് അവസാനമാണ്. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം വേഗം. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാലേ നമ്മളിരുന്ന വീഡിയോസ് എല്ലാം ചടപടയെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്കിനി ഒരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.